മറയ്ക്കായിക എൻ മുഖം കറുത്ത ശീലയാൽ പിറന്ന നാടിൻ തിരുമുഖം കണ്ടു മരിക്കുവാൻ എനിക്കിഷ്ടം എന്നോതി നീ കൊലമരത്തിൻ ചുവട്ടിൽ നിവർന്നു നിന്ന് സൂര്യനെ പോലെ. എന്റെ മുഖം മറയ്ക്കരുത്, പിറന്ന നാടിന്റെ തിരുമുഖം കണ്ടു വേണം എനിക്ക് മരിക്കുവാനെന്ന് കൊലക്കയർ കഴുത്തിൽ വീണു തൊട്ടുമുള്ള നിമിഷങ്ങളിൽ ഭഗത് സിംഗ് പറഞ്ഞു എന്ന് കവിവാക്യം. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് കുറ്റവാളികളെ തൂക്കുന്ന ആരാച്ചർമാരകനല്ല, മറിച്ച് അജ്ഞാനത്തെ കൊല ചെയ്യുന്ന ആരാച്ചർമാരകനാണ്. സ്വാഗതം സ്പോർട് മീഡിയയുടെ സ്പോർട് ക്വിസിലേക്ക് ഏവർക്കും. നമസ്കാരം. എന്താ പേരെന്താ? ശ്രീരാഗ്. എവിടെയാ വിപിൻ? എവിടെയാ? ചൊക്കളി. TVS വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയാ? ഇന്ന് ലീവാണോ? വർക്കിംഗ് ഡേ ആണ്. എന്നിട്ട് ഇവിടെ ഫീൽഡ് വർക്കില്. ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ബീച്ച്? ഏഷ്യയിലെ ഏറ്റവും വലിയ നീളം കൂടിയ ഡ്രൈവിംഗ് ബീച്ചാണ്. ഇഷ്ടപ്പെട്ടോ? ഇവിടെ വരാറുണ്ടോ? വരാറുണ്ട്. ഓക്കെ. ശ്രീരാഗ് എന്താ പഠിച്ചത്? പ്ലസ് ടു. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് വിഷയത്തിലാണ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്? BA ഹിസ്റ്ററി. വെരി ഗുഡ്. ഇവിടെ ഞാൻ ഡിഗ്രി ബികോം എടുത്തു. BA ഹിസ്റ്ററി ആണ് ശ്രീരാഗ് അല്ലെ? ശ്രീരാഗ്, നമ്മുടെ ഈ ഒരു മത്സര പരിപാടിയുടെ പ്രത്യേകത 3 ചോദ്യങ്ങൾ ചോദിക്കും. 3 ചോദ്യങ്ങളിലും ശരി ഉത്തരം പറയുകയാണെങ്കിൽ നല്ലൊരു സമ്മാനമാണ് ചാനൽ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. ചോദിക്കട്ടെ. ഉത്തരങ്ങൾ പറയാൻ രണ്ടുപേർക്കും കഴിയട്ടെ ഞാൻ ആശംസിക്കുകയാണ്. ഹിസ്റ്ററിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടാണ് എന്റെ ആദ്യത്തെ ചോദ്യം. വളരെ സിമ്പിളാണ്. ആരാ ചരിത്രത്തിന്റെ പിതാവ്? ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഹിസ്റ്ററി? ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷണമുള്ള വ്യക്തി ആരാണ്? ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ് അദ്ദേഹം. ഹെറോഡോട്ടസ് ആയിരിക്കുമോ അതോ ആണോ? ഇരിക്കും. അപ്പൊ ഞാനിപ്പോ എന്താ ഉറപ്പിക്കണ്ടേ? ഹെറോഡോട്ടസ് ഉറപ്പിക്കട്ടെ. ഹെറോഡോട്ടസ് എന്നത് ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻസ്. ഇദ്ദേഹം പഠിച്ചത് BCom ആണെന്ന് പറഞ്ഞല്ലേ? ഓക്കെ. പുള്ളിക്കാരനും മേഖലയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം. BCom പഠിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ടൻസ് ഒക്കെ പഠിക്കണ്ടേ? പഠിച്ചിട്ടില്ല. അപ്പൊ ഇദ്ദേഹത്തോട് ചോദിച്ച പോലെ തന്നെ ആരാ അക്കൗണ്ടൻസിയുടെ പിതാവ്? ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് അക്കൗണ്ടൻസി? അക്കൗണ്ടൻസിയുടെ പിതാവ് ആരാ? ശ്രീരാഗിനെ അറിയെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അറിവില്ല. അക്കൗണ്ടൻസിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയുടെ പേര് ആരംഭിക്കുന്നത് L എന്ന് പറയുന്ന ആൽഫബറ്റിലാണ്. കിട്ടുന്നില്ല. ഉത്തരം ഞാൻ പറയട്ടെ. അതിന് ശരിയായ ഉത്തരം ലൂക്കോ പാസിയോളി എന്നായിരുന്നു. അപ്പൊ ലൂക്കോ പാസിയോളിയുടെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് സമ്മാനത്തിനുള്ള 3ാമത്തെ ചോദ്യം ചോദിക്കാൻ നിർവാഹമില്ല. ഏതായാലും നിങ്ങൾ രണ്ടുപേരും പങ്കെടുത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഒരു പുതിയൊരു സംരംഭമാണ് ഞങ്ങളുടെ അറിവാണ് ലഹരി എന്ന് പറയുന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇതേപോലെ അവരുടെ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മത്സര പരിപാടിയാണ്. അപ്പോൾ പങ്കെടുത്തതിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അർപ്പിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഹകരിക്കുക എന്ന് പറയുമ്പോഴേ എങ്ങനെയാണ് സഹകരിക്കുന്നത് ചോദിക്കും. നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ഒരു പ്രോഗ്രാം ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി പറയാം. ഇതുപോലെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ആ സമയത്ത് നമുക്ക് കൂടുതൽ സമ്മാനത്തിനുള്ള ഉത്തരം നിങ്ങളെ തേടി എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. ഓക്കെ. നമസ്കാരം. സ്പോർട് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്ന് വരികയാണ്. സ്പോർട് ക്വിസ് ആണ് ഞങ്ങളുടെ മേഖല. ക്വിസ് എന്ന് പറയുന്നത് 3 ചോദ്യങ്ങളുടെ ഒരു മേഖലയാണ്. 3 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ശരിയായ ഉത്തരം പറയാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു സമ്മാനമാണ് ചാനൽ നിങ്ങൾക്ക് നൽകുന്നത്. പോകാം നമുക്ക്. പേരെന്താ? റിഹാൻ. ചാല. പ്രോപ്പർ പ്ലേസ് ചാല തന്നെയാണ്. റിഹാൻ എന്താ ജോലി? ഓണറാണ്. അപ്പോ തൊഴിലാളിയും മുതലാളിയുമാണ്. അപ്പൊ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു രണ്ടുപേരും. മഴയുള്ളത് കൊണ്ടാണോ? മഴയുള്ളത് കൊണ്ട് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ പൊട്ടലങ്ങാട് ബീച്ചിലേക്ക് വരാറുണ്ടോ? വർക്ക് എടുത്തതാണ്. ഓക്കെ. ശരി, നമുക്ക് സമ്മാനം കിട്ടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥ പ്രാർത്ഥിക്കുകയാണ്. റിഹാന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖല പറയാ? സ്പോർട്സ് ആണ്. സ്പോർട്സ് തന്നെ ഏത് മേഖല ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഫുട്ബോൾ ആണ്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ കിരീടം നേടിയത്? ഉറപ്പാണോ? സ്പെയിനാണോ അതോ ബ്രസീലാണോ?
ഉറപ്പിക്കട്ടെ? ആര് പറഞ്ഞ് ഉറപ്പിക്കേണ്ടത്? ബ്രസീൽ എന്നത് ശരിയായ ഉത്തരം തന്നെയാണ്. ഇനി 2 ചോദ്യങ്ങൾ ബാക്കി കിടപ്പുണ്ട്. ചോദ്യം താങ്കൾക്ക് ഏത് മേഖല വേണം? നിങ്ങളൊരു മേഖല പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖല ചോദിക്കാം. സിനിമ ഇഷ്ടമാണോ? ഇഷ്ടപ്പെട്ട സിനിമ നടനാരാ? ലാല്. ലാല് ബന്ധപ്പെട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ലാലേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച മലയാള സിനിമ ഏതാ? ലാലേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച മലയാള സിനിമ അറിയില്ല. മദ്ദളല്ല. വണ്ടിപ്പേട്ടോ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഏതായാലും പ്രേക്ഷകർക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണും ഇതിനോടകം തന്നെ ലാലേട്ടൻ അഭിനയിച്ച ആദ്യത്തെ മലയാള സിനിമ ഏതാണെന്നുള്ളത്. നിങ്ങളുടെ ഉത്തരം നമുക്ക് കമന്റായിട്ട് നിങ്ങളെ അറിയിക്കണം. സ്പോർട് മീഡിയയുടെ ഈ ദിവസത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുകയാണ്. കൂടുതൽ നല്ല ചോദ്യങ്ങളും നല്ല മത്സരത്തുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് ബൈ ഫ്രം പി പ്രശാന്ത്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഈ ദിവസത്തെ ചോദ്യം: മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ. നിങ്ങളുടെ ഉത്തരം ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ എ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം പേര്, സ്ഥലം എന്നിവ ചേർത്തയക്കുക. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്തവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ചാനലിൻ്റെ വക സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. ഉത്തരം കമന്റ് ചെയ്യേണ്ട അവസാന സമയം ഈ എപ്പിസോഡ് ടെലികാസ്റ്റിന് ശേഷമുള്ള ആദ്യത്തെ ശനിയാഴ്ച രാത്രി 10 മണി വരെ.